ഞങ്ങൾ വിശുദ്ധ ബെനഡിക്ട് സ്ഥാപിച്ച മൊന്തെ കസീനോ ആശ്രമത്തിലേക്കുള്ള യാത്രയിലാണ്. വിശുദ്ധ ബെനഡിക്ട് 480 ജനിച്ച് 547 മരിച്ച ഒരു വിശുദ്ധനാണ്. ഇദ്ദേഹം കത്തോലിക്ക സഭ മാത്രമല്ല, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, ലൂതറൻ ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച് എന്നെല്ലാ ചർച്ചുകളിലും വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. 480 നൂർസിൽ ജനിച്ച അദ്ദേഹം AD 500 ആണ്ടോടുകൂടി റോമിൽ വരികയും റോമിൽ അന്നത്തെ ആ ജീവിതം അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താത്തതാൽ അദ്ദേഹം സുബിയാക്കോയിൽ വരികയും അവിടെ 3 കൊല്ലത്തോളം പ്രാർത്ഥനയിൽ ഒരു ഗുഹയിൽ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 3 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഏകാന്ത ജീവിതത്തിനു ശേഷം അദ്ദേഹം സുബിയാക്കോയിൽ 12ഓളം ആശ്രമങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മൊന്തെ കസീനോയിൽ വന്ന് ഈ ആശ്രമം ആരംഭിച്ചു. നമുക്കറിയാം, ബെനഡിക്ട് ആശ്രമങ്ങൾ യൂറോപ്യൻ സംസ്കാരത്തെ കടഞ്ഞെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു. പ്രയർ ആൻഡ് വർക്ക്, ഓറ എത്ത് ലബോറ എന്ന ഫ്രേസ് അവരുടെ ആശ്രമ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പഠനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. തനതായ കൃഷി രീതികൾ കൊണ്ട് യൂറോപ്പിൽ കൃഷിപ്പണികൾ സാർവത്രികമാക്കി. ഓരോ ആശ്രമങ്ങളും ചുറ്റും വളരെ സാവധാനത്തിൽ ഓരോ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉയർന്നു വന്നു. യൂറോപ്പിനെ ക്രൈസ്തവവൽക്കരിച്ച് ക്രിസ്തീയ മൂല്യങ്ങൾ ആഴത്തിൽ വേരൂന്നാൻ സഹായിച്ചത് ഇത്തരം ആശ്രമങ്ങളായിരുന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ നിയമാവലി. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായി തീർന്നത് ഈ നിയമാവലിയായിരുന്നു. എളിമ, അടക്കം, സാമൂഹ്യ ജീവിതം, പങ്കുവയ്ക്കൽ, പരസ്പര സഹകരണം, അതിഥി സൽക്കാരം, പാവങ്ങളെ സഹായിക്കൽ എന്നീ കാര്യങ്ങളും സന്യാസ തലവന്റെ ഗുണങ്ങളെക്കുറിച്ചും പറയുന്ന സന്യാസ നിയമാവലി അദ്ദേഹത്തിന്റെ വലിയ ഒരു സംഭാവനയാണ്. അതിനാലാണ് അദ്ദേഹത്തെ പാശ്ചാത്യ സന്യാസത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. യൂറോപ്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായി തീരത്തക്ക വിധം ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ നിലകൊള്ളുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ 1964 പോപ്പ് പോൾ VI അദ്ദേഹത്തെ യൂറോപ്പിന്റെ പേട്രനായി പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരി സ്കൊളാസ്റ്റിക്കയും അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് സന്യാസം സ്വീകരിച്ച ഒരു വലിയ വിശുദ്ധയാണ്. നമ്മൾ ഇപ്പോൾ മൊന്തെ കസീനോയിലായിരിക്കുമ്പോൾ ആ ആശ്രമത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ആശ്രമം സ്ഥാപിക്കപ്പെട്ടത് 529 ഇത് ഒരു മാതൃകാ ആശ്രമമായും അതുപോലെ തന്നെ ഒരു സ്റ്റഡി സെന്ററായും മിഡീവൽ കാലഘട്ടത്തിൽ ഇത് പ്രവർത്തിക്കുകയുണ്ടായി. 3 പ്രാവശ്യം ഈ ആശ്രമം തകർക്കപ്പെടുകയും വീണ്ടും തിരിച്ച് പണിതുകൊണ്ടുവരികയും ചെയ്തു. 1944 രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അവസാനമായിട്ട് ഈ ആശ്രമം തകർക്കപ്പെട്ടത്. ഇപ്പോഴും ലോകത്തിന്റെ ഒരു പ്രകാശമായി ഈ ആശ്രമം നിലകൊള്ളുന്നു.